എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ സുരേന്ദ്രൻ പുത്തഞ്ചേരി. പുസ്തക പരിചയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളത്തിലെ പ്രമുഖ എഴുത്തുകാരി KR മീരയുടെ ഒരു പുസ്തകത്തിലെ കഥയാണ് ഇന്ന് പരിചയപ്പെടുന്നത്. പത്രപ്രവർത്തകയായി ജീവിതം ആരംഭിച്ച് ഒടുക്കം കേരളത്തിലെ പ്രമുഖ എഴുത്തുകാരുടെ നിരയിലേക്ക് ഉയർന്നു വന്ന ഒരു സ്ത്രീപക്ഷ രചയിതാവാണ് KR മീര. വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, സാഹിത്യ അക്കാദമി അവാർഡ് എന്നിവ KR മീരയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് പരിചയപ്പെടുത്തുന്നത് KR മീരയുടെ ഭഗവാന്റെ മരണം എന്ന അതിമനോഹരമായ കഥാസമാഹാരത്തിലെ സെപ്റ്റംബർ 30 എന്ന കഥയാണ്. സെപ്റ്റംബർ 30, 2004 ആദ്യമായി ഒരു മുറിയിൽ തനിച്ചായ ദിവസം. അവളുടെ കണ്ണുകളിൽ അവൻ റോമി മന്ത്രിച്ചു. നിന്റെ കണ്ണുകളിൽ ഇപ്പോൾ കാട്ടുതീയാണ്. അവൾക്ക് അവനിൽ മതിപ്പുളവാക്കുന്ന വാക്കുകൾ. ഉണങ്ങിക്കരിഞ്ഞ അവളുടെ കാട്ടിലെ പൂമരച്ചില്ല കണ്ടെത്തി ഒരു വേട്ടക്കാരനെ പോലെ അവൻ അവളുടെ ഹൃദയത്തെ കത്തിച്ചു. അവൾ മൊത്തം ആളിക്കത്തുകയാണ്, ഒരു കാട്ടുതീ പടർപ്പ് പോലെ. അവളാകട്ടെ ഇഴുകിച്ചേർന്ന് കത്താൻ മറ്റൊരു കാട് അഭിലഷിച്ചു. പക്ഷേ അവൻ്റെ റോമിയുടെ ഉള്ളിൽ ഒരു അടുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും അവൻ്റെ ഇഷ്ടാനുസരണം തുറക്കാനും അടക്കാനും കഴിയുന്ന ഒരു ഗ്യാസ് അടുപ്പ്. പക്ഷേ അവൻ കൊളുത്തിവിട്ട തീയിൽ അവളുടെ മനസ്സാകുന്ന കാട് നിന്നു കത്തി. തീ അമർന്നെങ്കിലും ചൂടും പുകയും അവസാനിച്ചില്ല. 2003 സെപ്റ്റംബർ 30 അവൻ ഓഫീസിൽ ചേർന്ന ദിവസം. ഓവർ ടൈം ജോലി. അവനും അവളും ഒരുമിച്ചുള്ള ജോലി തീർന്നപ്പോൾ പാതിരാത്രിയായി. വാനിൽ പൊന്നമ്പിളി. അവൻ മൂളിപ്പാട്ട് പാടി, അവൾ അത് ഏറ്റുപാടി. ഒന്നിച്ച് ചിരിച്ചു. ഓഫീസിനടുത്ത് അവളുടെ വാടക വീടിൻ്റെ മുകൾ നിലയിൽ വരെ അവൻ അവളെ അനുഗമിച്ചു. അവളെ മുറിയിലാക്കി അവൻ തിരിച്ചു പോന്നു. താങ്ക്സ്. SMS വന്നു. നിങ്ങൾ എൻ്റെ ഒരു സീനിയർ ഉദ്യോഗസ്ഥ മാത്രമല്ല. അവൻ്റെ മെസ്സേജ്. പിന്നെ അവളുടെ ചോദ്യം. എൻ്റെ ആരോ ആണെന്ന ഒരു തോന്നൽ. ആര്? അവൾ ചോദിച്ചു. സ്നേഹം കൊതിക്കുന്ന മനസ്സിൻ്റെ ഉത്കടമായ ആഗ്രഹത്തിൻ്റെ നാമ്പുകൾ മനുഷ്യ മനസ്സുകളിൽ സഹജമാണെന്ന് ഇവിടെ KR മീര പറയാതെ പറയുന്നു. 2005 സെപ്റ്റംബർ 30 അവൻ മേശമേൽ കൈകളൂന്നി മുഖം പൊത്തിയിരിക്കുന്നു. ആരായിരുന്നു അവൾ? ഓഫീസിലെ ഏക ആശ്വാസം. ജോലിയിൽ നല്ല സമർത്ഥ, നല്ല പെരുമാറ്റം, നർമ്മബോധം. പക്ഷേ കാണാൻ മോശം, പ്രായക്കൂടുതൽ, നിറക്കുറവ്. കെട്ടിയൊരുക്കി കൊണ്ടു നടക്കാൻ പറ്റില്ല. അവൾ പക്ഷേ ഒരു ദിശാബോധമുള്ളവളാണ്. അച്ഛൻ ഉപേക്ഷിച്ച 2 സഹോദരിമാരെ പഠിപ്പിച്ച് വിവാഹം കഴിപ്പിച്ചത് അവളാണ്. മലയാളി സ്ത്രീ ഏത് പ്രതിസന്ധിയിലും തളരാതെ ബോൾഡായി നിൽക്കണമെന്ന KR മീരയുടെ ഒരു ഫെമിനിസ്റ്റ് കാഴ്ചപ്പാട് ഇവിടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. 45ഓളം പേർ അവളെ പെണ്ണ് കാണാൻ വന്നു. ആർക്കും അവളെ പെണ്ണ് കെട്ടാൻ തോന്നിയില്ല. ഞാനൊരു സുന്ദരിയാണെന്ന് അവൾക്ക് ബോധ്യമുണ്ട്. ഞാൻ തനിച്ച് ജീവിക്കും, എനിക്ക് പുരുഷൻ്റെ ആവശ്യമില്ല, അവൾ ക്ഷോഭിച്ചു. എനിക്ക് നിന്നെ വേണം. അവൻ്റെ ആർദ്ര ശബ്ദം. അവൾ കണ്ണുകൾ അടച്ചു. ശരീരം പുകഞ്ഞു, കണ്ണുകൾ നീറി. പച്ച വിറകിൻ്റെ പുക. ഐ ആം ഇൻ ലവ്. അവൻ്റെ സ്വരം ഇടറി. നീ സുന്ദരിയാണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സുന്ദരി. നീ എന്താ വിളിച്ചത്? എന്നെ നീ എന്നോ? അവളുടെ ശബ്ദം ദുർബലമായി. ശരീരവും അസ്ഥിയും മാംസവും ഒരുകി. വൻമരം പുൽക്കൊടിയായി. 2004 സെപ്റ്റംബർ 30 ആദ്യത്തെ വാർഷികം. 2 പേരും സിക്ക് ലീവെടുത്തു. അവൻ്റെ സുഹൃത്തിൻ്റെ കെയർ ഓഫിൽ കാട്ടിലേക്ക് അവർ നടന്നുപോയി. കാടിൻ്റെ നടുവിൽ തടിയിൽ തീർത്ത ഒരു കൂടാരം. അകലെ തടാകം, ഇലകളുടെ മർമ്മരം. ഇരുട്ടിൻ്റെ മൂടിക്കെട്ട് അഴിഞ്ഞു. തടാകത്തിൽ ആനകൾ ഇറങ്ങി. വനം വകുപ്പുകാർ തകരപ്പാട്ട കുട്ടി. മലമുഴക്കി വേഴാമ്പൽ നിലവിളിച്ചു. ഇടിവെട്ടി മഴ പെയ്തു. പേടിയുണ്ടോ? അവൻ ചോദിച്ചു. പേടിയോ? എനിക്കോ? എന്നെക്കാൾ 5 വയസ്സിന് ഇളയ ചെറുപ്പക്കാരനോടൊപ്പം കൊടും കാട്ടിൽ ഉറങ്ങിക്കിടന്ന സർപ്പം ഉണർന്നു. പെരുമ്പാമ്പുകൾ കെട്ടിവരിഞ്ഞ് അസ്ഥികൾ ഒടിഞ്ഞു. KR മീര മനുഷ്യ മനസ്സിൻ്റെ ചാഞ്ചല്യങ്ങൾ ഒരു തത്വജ്ഞാനിയുടെ ദൃഷ്ടികോണിൽ നോക്കിക്കാണുകയാണ്. ദിവസങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നു. റോമി, നീ എന്താ ഒരു വല്ലാത്ത ഭാവത്തിൽ? നീ എന്നെ ഒഴിവാക്കുകയാണോ? അവൾ നീരസത്തോടെ ചോദിച്ചു. നോക്ക്, എനിക്കൊരു കുടുംബമുണ്ട്. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, കൂട്ടുകാർ. അവൻ അതൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇതൊന്നും നിനക്ക് മുമ്പുണ്ടായിരുന്നില്ലേ? അവളുടെ മുഖം ചുവന്നു തുടുത്തു. നിനക്കെന്നെ മടുത്തോ റോമി? 2005 സെപ്റ്റംബർ 30
അവൾ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്തു. അറിഞ്ഞോ, ഒരു പൂച്ച കണ്ണടച്ച് പാൽ കുടിക്കുന്നു ചേച്ചി. അടുത്ത സീറ്റിലെ സഹപ്രവർത്തകയുടെ ശബ്ദം. നമ്മുടെ റോമിക്ക് കല്യാണം ഉറപ്പിച്ചു. മനസ്സമ്മതം അടുത്തയാഴ്ചയാണ്. ആരെയും വിളിക്കുന്നില്ലത്രേ. അവൾ ഞെട്ടിവിറച്ചു. ശരീരം തളരുന്നു, ശരീരം മരവിക്കുന്നു, കാഴ്ച മങ്ങുന്നു. അവൻ പറഞ്ഞു, വിവാഹം ഒന്നിൻ്റെയും അവസാനമല്ല. പിന്നെ നീ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. നിൻ്റെ പല വീഡിയോ ക്ലിപ്പിങ്ങും എൻ്റെ മൊബൈലിലുണ്ട്. അവൾ നിസ്സംഗതയോടെ കേട്ടുനിന്നു. 2 ദിവസം കടന്നുപോയി. എൻ്റെ വിവാഹവും നിശ്ചയിച്ചിരിക്കുന്നു. നീ വരണം റോമി. അവൻ ആശ്ചര്യപ്പെട്ടു. അവൾ സന്തോഷത്തോടെ എല്ലാവർക്കും മിഠായി വിതരണം ചെയ്യുന്നു. ഞാൻ വരും, എൻ്റെ വിവാഹം കഴിഞ്ഞാലും വരും. വിവാഹം ഒന്നിൻ്റെയും അവസാനമല്ല ഡാർലിംഗ്. റോമിയുടെ വാക്കുകൾ. 2005 സെപ്റ്റംബർ 30. റോമി, ഒരിക്കൽ കൂടി നീ എൻ്റെ മരക്കൂട്ടിലേക്ക് വരണം. എൻ്റെ വാടക വീട് ഒരു കാടാണ്. നമുക്ക് ആ കാടിന് തീ പകരണം, കത്തി അമരണം. അവൾ പറയുന്നു, അതെ, ഒരു കാടായിരുന്നു താൻ. പക്ഷേ അവൻ കാടായി തന്നെ കണ്ടിട്ടില്ല. അവൻ്റെ ഇഷ്ടത്തിന് മാത്രം തീ കൊളുത്തുന്ന ഒരു കൊച്ചു തീപ്പെട്ടിക്കാടായാണ് അവൻ എന്നെ കണ്ടത്. അവൾ വല്ലാത്ത ദുഃഖത്തോടെ ആ കാര്യങ്ങൾ ഓർത്തു. അവൻ ഇരുട്ട് കനം വെച്ച വീഥിയിലൂടെ പതുക്കെ നടന്നു. നിശബ്ദമായ ശബ്ദത്തോടെ കോണികൾ കയറി. അവളുടെ മറക്കൂടിൻ്റെ അടുത്ത് വാതിൽ അവൻ തള്ളി തുറന്നു. കൊളുത്തിടാത്ത വാതിൽ പെട്ടെന്നു തന്നെ തുറക്കപ്പെട്ടു. അവൾ കീഴടങ്ങിയപ്പോൾ അവൻ തീപ്പെട്ടി ഉരച്ചു. മെഴുകുതിരിക്ക് തീ പകർന്നു. വെളിച്ചത്തിൽ റോമി ഒരു എലിക്കണിയെപ്പോലെ അവൻ നേരത്തെ ഏർപ്പാടാക്കിയ സദാചാര പോലീസുകാർ ഓടിവരുന്നു. അതെ അതെ, അവൾ ചതിക്കുകയാണ്. വാതിൽ പോലീസുകാർ ചവിട്ടി തുറക്കുന്നു. ബഹളം. ആൾക്കൂട്ടത്തിൽ പേടിച്ച് നിലവിളിക്കുന്ന മലമുഴക്കിയായി അവൾ. ക്യാമറകൾക്ക് മുന്നിൽ അവൾ മലമുഴക്കിയായി വീണ്ടും അഭിനയിച്ചു. പോലീസ് ജീപ്പിൻ്റെ പിൻസീറ്റിൽ അവനും അവളും. അനാശാസത്തിന് പിടിയിലായ അവരെയും കൊണ്ട് ജീപ്പ് പാഞ്ഞു. അവൾ പതുക്കെ അവനോട് മൊഴിഞ്ഞു, നോക്ക് റോമി, എൻ്റെ കണ്ണുകളിൽ ഇപ്പോഴും കാട്ടുതീയാണ്. കഥ ഇവിടെ അവസാനിക്കുമ്പോൾ ഒരു പെണ്ണിന് സ്വയം നിയമം കയ്യിലെടുക്കുവാൻ കഴിയുമെന്ന ഒരുതരം ആത്മവിശ്വാസം കെ.ആർ. മീര വെച്ചു പുലർത്തുന്നതായി കാണാം. തികച്ചും ഒരു സ്ത്രീപക്ഷ രചനയാകുന്നു സെപ്റ്റംബർ 30. നന്ദി.